Welcome to Bear 650. ഇത് കൊള്ളാം, ഈ വണ്ടി കൊള്ളാം, എനിക്കിഷ്ടമായി. I tried so hard and got so far, but in the end it doesn't even matter. I had to fall to lose it all, but in the end it doesn't even matter. I tried so hard and got so far, but in the end it doesn't even matter. Ladies and gentlemen, welcome to another video. പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണും, പാർട്ട് 1 ഓഫ് മിക്കവാറും പാർട്ട് 1 റെക്കോർഡിംഗ് അല്ലേ, എല്ലാം സെറ്റല്ലേ, എല്ലാം സെറ്റാണ്. പാർട്ട് 1 ഓഫ് റോയൽ എൻഫീൽഡ് ബെയർ 650. പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അതിന് മേലെ കൂടെ ചാടി എടുക്കുന്ന ഇപ്പോൾ ഒരു ഷീലായി മാറിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഇതേ കാണുന്നത് ഇത് റോയൽ എൻഫീൽഡ് അല്ല, അത് നമ്മുടെ ആഫ്രിക്ക 10. പക്ഷേ എന്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡിൻ്റെ ബെയർ 650യുടെ പാർട്ട് 1 എന്ന് പറയുന്നത്? കാരണം നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ബെയർ 650 എടുക്കാൻ പോകുന്നേ ഉള്ളൂ, ഓൺ ദ വേ. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നേ ഉള്ളൂ. ഇനി നമ്മൾ അവിടെ ചെന്ന് റോയൽ എൻഫീൽഡ് എടുത്ത് ഇന്നത്തെ പ്ലാന് നമുക്ക് വിഷ്ണുവിനെ കാണണം, എന്നിട്ട് നാളെ മോർണിംഗിലത്തെ ഒന്ന് പ്ലാൻ ചെയ്യണം. കാരണം വിഷ്ണു പറഞ്ഞത് നമുക്ക് ടെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വിഷ്ണു പറഞ്ഞത് നമ്മൾ ഇന്ന് ടെൻറ്റ് ചെയ്ത് ഒരു ടെൻറ്റിങ് സെറ്റ്, ക്യാമ്പിംഗ് സെറ്റപ്പ് എല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്കുള്ള എനർജി ഇല്ല, ഇന്നൊരു ക്യാമ്പിങ്ങിനുള്ള ഒരു എനർജി ഇല്ല. പിന്നെ എനിക്ക് ഫ്രണ്ടിനെ കാണേണ്ടി വരും ലേറ്റ് നൈറ്റ്. എൻ്റെ ഫ്രണ്ട് നാളെ നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് നൈറ്റ് എന്തായാലും മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഉണ്ട്, അതുകൊണ്ട് ക്യാമ്പിങ് നടക്കും തോന്നുന്നില്ല. അപ്പോൾ നാളത്തേക്ക് ഇന്ന് വിഷ്ണുവിനെ കണ്ടിട്ട് നാളത്തെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഈ POV ക്യാമറ ഞാൻ എടുത്തിട്ടില്ല, കാരണം എന്തായാലും ഈ വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്ക് അതുകൊണ്ട് പോരാനുള്ള. പിന്നെ ഇതെല്ലാം ഊരേണ്ടത് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മതി, തൽക്കാലത്തേക്ക് ഇത് മതി. നമുക്ക് പെട്ടെന്ന് ഊരാനും എടുക്കാനും പറ്റുന്ന എന്തെങ്കിലും ഒരു മൗണ്ട് ഇതിൻ്റെ റീപ്ലേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടികൾ ഇത് നേരെ ക്ലിപ്പ് ഊരുക, അവിടെ കൊണ്ടുപോയി ക്ലിപ്പ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, പോവാം. ഇതാകുമ്പോൾ ഇതിന് മറ്റേ കുഞ്ഞു സ്പാനറൊക്കെ വേണം. എനിവേസ്, അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ബെയർ 650 എടുക്കും, വിഷ്ണു അങ്ങോട്ട് വരും. വിഷ്ണു എടുക്കുന്നത് ഹിമാലയൻ 450 ആണ്. അപ്പോൾ ഈ രണ്ട് വണ്ടി എടുത്തിട്ട് നമ്മൾ പാർട്ട് 2 നമ്മൾ റൈഡ് പോവും. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ബെയർ 650യുടെ ഒരു ഫസ്റ്റ് ലുക്കും അതുപോലെ ഫസ്റ്റ് റൈഡിങ് എക്സ്പീരിയൻസും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇന്ന് അവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് റൈഡ് ചെയ്യണം. അപ്പോൾ ആ റൈഡിങ് എങ്ങനെയൊക്കെയാണെന്നുള്ള, പോലീസ് വണ്ടി ഒന്നുമില്ലല്ലോ, പ്ലീസ് ഡു നോട്ട് ട്രൈ ദിസ്. അപ്പോൾ ആ റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നുള്ളത്. ഞാൻ വിൻഷീൽഡ് അടക്കം കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തുള്ളവർക്ക് വെറുതെ സൗണ്ട് കേട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചുകൊണ്ട് ഇഷ്ടംപോലെ ഡെലിവറി റൈഡേഴ്സ് ആ രണ്ട് സൈഡിലും നമ്മുടെ സൈഡിലുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ അജണ്ട. നേരെ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോവും, അവിടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതേതാ വണ്ടി? അത് മറ്റേ ഹാർലിയുടെ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോവും. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. വിഷ്ണു അങ്ങോട്ട് എത്തും, നമ്മൾ ബെയർ 650 എടുക്കും, വിഷ്ണു 450 എടുക്കും ഹിമാലയൻ. എന്നിട്ട് നമ്മൾ നാളത്തെ പ്ലാൻ ചെയ്യും, എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരും. അതാണ് ഇന്നത്തെ ഒരു എന്താ പറയുക കഥാതന്തു. ഇന്നതാണ്. ഇതിൻ്റെ കളറിങ്ങൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വ്യത്യാസം തോന്നും. നിങ്ങൾ നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് ക്യാമറയുടെ കളേഴ്സും കാര്യങ്ങളും ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ സെറ്റിങ്സൊക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടെ റോ ഫോർമാറ്റിലെടുത്ത് എയ്ബലിൻ്റെ കുറച്ച് കരവിരുതുകൾ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, കളർ കറക്ഷൻ എല്ലാം വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ബട്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് മസ്റ്റ് വാച്ചാണ്. കാരണം ദുബായിൽ ഫോഗ് വന്നിട്ട് നമ്മൾ ആ ഫോഗ് മിസ് ചെയ്തില്ല ഈ പ്രാവശ്യം. നമ്മൾ കുറേ കാര്യങ്ങൾ റൈഡ് മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫോഗ് നമുക്ക് കറക്റ്റ് കിട്ടി. രാവിലെ നേരെ എണീറ്റ് നോക്കുമ്പോൾ നിറയെ മഞ്ഞ്. നേരെ വണ്ടി എടുത്ത് നമ്മൾ ഹാഫ് ഡെസേർട്ട് പോയിട്ട് അവിടെ നിന്ന് മഞ്ഞെല്ലാം ഒന്ന് ആസ്വദിച്ച് ഹൈവേ ഒക്കെ പിടിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ അത് മിസ്സാക്കണ്ട, ആ വീഡിയോ ഒന്ന് കാണാം. ഹിമാലയൻ 450യുടെ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരു റെക്കമെൻഡേഷൻസും എനിക്ക് തോന്നിയിട്ടുള്ള റിയൽ വേൾഡ് പ്രാക്ടിക്കാലിറ്റിയുടെ കുറിച്ചുള്ള ഇതെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് അതും ഉണ്ടാവും. ഞാനൊരു പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് റൈഡ് സീരീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടെസ്റ്റ് റൈഡ് സീരീസിലായിരിക്കും ഇതുപോലെ നമ്മൾ വേറെ വണ്ടികളെടുത്ത് വീഡിയോ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടാവുക. ബാക്കി വ്ളോഗൊക്കെ നമ്മൾ നോർമലി വ്ളോഗായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അപ്പോൾ ഇതാണ് ബെയർ 650 അടുത്തത്. പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ബെയർ 650 കഴിഞ്ഞ ഉടനെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് GSXR ആണ്, 1000cc. അപ്പോൾ അത് നമ്മുടെ ജോർജിൻ്റെ വണ്ടിയുണ്ട്. അത് ഈ ആഴ്ച, അതായത്
ഇതിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച പോയിട്ട് ജോർജിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു വീഡിയോ ആ GSXR-ൻ്റെ കുറച്ചൊരു റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങൾ വെച്ചിട്ടൊരു വീഡിയോ കൂടെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് മിക്കവാറും റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മെറ്റ്യൂർ 650 ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മോട്ടോറിനിയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് മോഡൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കുറേ ലിസ്റ്റിലുണ്ട്, കുറേ വണ്ടികൾ വരാനുണ്ട്. പിന്നെ നമ്മുടേതായിട്ടുള്ള ചെറിയ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റൈഡ് പോകുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം അതും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അതൊക്കെ പരിചയമുണ്ടില്ല. നമുക്ക് നേരെ റോയൽ എൻഫീൽഡ് പോകാം. ഇനി റോയൽ എൻഫീൽഡിൽ എത്തിയിട്ട് ഷോറൂം ക്ലോസ് ആവില്ല എന്ന് വിചാരിക്കുന്നു നമ്മൾ പോകുന്നതിന് മുന്നേ. അവിടെ പോയിട്ട് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ള ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഷോറൂം കാണാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് വരുമ്പോൾ ബാക്കി വണ്ടിയെക്കുറിച്ച് നമുക്ക് ഫസ്റ്റ് ഫ്രഷ് റൈഡിങ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ എ സ്നാപ്പ് ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ റോയൽ എൻഫീൽഡ് ഷോറൂം. ലെറ്റ്സ് ഗോ. ദേ ഗൈസ്, ഗ്ലോബൽ വില്ലേജ് നമ്മുടെ സ്ഥിരം കാഴ്ചയാണ് ഗ്ലോബൽ വില്ലേജ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ക്യാമറ ഓൺ ചെയ്ത് വേറൊരു കാര്യത്തിനായിരുന്നു. ഇതിൻ്റെ ആഫ്രിക്ക ടെന്നിൻ്റെ മൈലേജ് എത്രയെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് ഞാൻ മൈലേജ് നോക്കിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ടിൽ ഇതിൻ്റെ ക്ലസ്റ്ററിൽ കാണിക്കുന്ന ഡിജിറ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 17.3 km/ലിറ്ററാണ് ആവറേജ് കൺസപ്ഷൻ കാണിക്കുന്നത്. അതായത് 1 ലിറ്ററിന് 17.3 കിലോമീറ്ററാണ് ഇതിന് മൈലേജ് കാണിക്കുന്നത്. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. കമ്പനി ക്ലെയിം ചെയ്യുന്നത് എത്രയെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈൽ അനുസരിച്ച് നമ്മുടെ വണ്ടി സ്വയം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഷർമെൻ്റാണ് ക്ലസ്റ്ററിൽ കാണിക്കുന്നത്. 17.3 km/ലിറ്റർ. സത്യമാണോ എന്ന് തമ്പുരാനറിയാം. വേറെ ആരെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ പറ, ഇത് കൂടുതലാണോ കുറവാണോ, അത് കംപ്ലീറ്റ്ലി ആണോ എന്നുള്ളത്. നമ്മൾ ഏകദേശം എത്താറായി. പക്ഷേ ഉംസുക്കോയും ആസ് യൂഷ്വൽ ട്രാഫിക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാന്ന് വെച്ചാൽ അത് വേണ്ട, റിസ്ക് എടുക്കണ്ട. നമുക്കതിൻ്റെ അതിപ്പോഴത്തെ പോകുന്ന പോലെ പോട്ടെ. പക്ഷേ എൻ്റെ ഒരേ ഒരു കൺഫ്യൂഷൻ ഇതേ ഉള്ളൂ, ഈ ബ്രിഡ്ജിൽ നിന്നാണോ ഞാൻ താഴോട്ട് ഇറങ്ങേണ്ടത് അതോ അടുത്ത ബ്രിഡ്ജിൽ നിന്നായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഇന്ന് മനസ്സിലാക്കാം. ഞാൻ ഏകദേശം ഒരു ലാൻഡ് മാർക്ക് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. കാരണം അറിയാലോ, നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നില്ല. വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ നമ്മൾ മാപ്പ് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മാക്സിമം റോഡുകൾ പഠിക്കണം, അതാണ് നമ്മുടെ എയിം. അപ്പോൾ എന്തായാലും നോക്കാം, നേരെ വിട്ട് നോക്കാം. ഓ, ഏതാ പോയ സാധനം? ഇതേതാ സാധനം? ആർക്കാ ഗസ് ചെയ്യാൻ പറ്റുക? എനിക്കാണെങ്കിൽ വണ്ടി ശരിക്കും കാണാൻ പറ്റില്ല. അതിലാർക്കാണ് അതിൻ്റെ ടെയിൽ ലാമ്പ് വെച്ച് മാത്രം ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. എനിക്കതിന് മാത്രമുള്ള കാറിൻ്റെ പാണ്ഡിത്യം ഇല്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല, പറയാൻ അറിയത്തില്ല, അതാണ് സംഗതി. അപ്പോൾ നമ്മളിതേ റോയൽ എൻഫീൽഡ് എത്താറായി. ഷോറൂം അടച്ചിട്ടുണ്ടാവില്ല, 10 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ള അവസ്ഥകൾ നോക്കാം. അപ്പോൾ നമ്മുടെ കണക്കൂട്ടുകൾ തെറ്റിയിട്ടില്ല. ഫോർമുല ടയേഴ്സിൻ്റെ അവിടെ നിന്ന് ആ ബ്രിഡ്ജിൽ നിന്ന് താഴോട്ട് പോകണം. നമുക്ക് ഇങ്ങനെ പോയാലോ? അടിപൊളി. ഇതാണ് ഇവിടുത്തെ നമുക്ക് ആ ലെഫ്റ്റ് പിടിച്ചാൽ ഗ്യാപ്പ് കയറ്റാൻ പറ്റുമോ? നമ്മൾ രക്ഷപ്പെട്ടു. റോയൽ എൻഫീൽഡ് അടച്ചോ ഓൾറെഡി? അടക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. 8 മണി വരെയാണ് ഷോറൂം ടൈം. ഓക്കെ, തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ആണെന്ന് തോന്നുന്നു. തൽക്കാലത്തേക്ക് വണ്ടി വിടണം, എന്നിട്ട് ബാക്കി നോക്കാം. അവിടെ ബ്ലൂ സീറ്റുള്ള വെയർ 650 ഒരു രക്ഷയില്ല മക്കളെ. നമുക്ക് കിട്ടുന്ന വെയർ 650 ഏതാണ് കളറെന്നാവോ? നോക്കാം, പോയി നോക്കാം. അവിടെ ആരൊക്കെയോ വണ്ടി എടുക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. നമുക്കിപ്പോൾ ഇറങ്ങി ബാക്കി ഫോണിലെടുക്കാം. അവിടെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വി നീഡ് ടു റെസ്പെക്ട് ദാറ്റ്. വെൽക്കം ടു റോയൽ എൻഫീൽഡ്. ഇവർ ഷോറൂം ക്ലോസ് ചെയ്യാറായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മൾ നേരെ ബാക്കിൽ പോയിട്ട് ഈ വണ്ടി അവിടെ ഇടും. എന്നിട്ട് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എടുത്ത് നമുക്ക് ഫ്രണ്ടിൽ വന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ വിഷ്ണു ബ്രോ ഇങ്ങോട്ടെത്തും. അപ്പോൾ അതുവരേക്കും നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വീൽ വെയിറ്റ്. ഇവിടെ നമുക്ക് ID കൊടുക്കേണ്ടി വരും. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, റിവേഴ്സ് പാർക്ക് ചെയ്യാം. നമുക്ക് ഇറങ്ങിയിട്ടൊന്ന് സാധനം പാർക്ക് ചെയ്യണം. ഉദർ പാർക്ക് ചെയ്യുക. അപ്പോൾ ആശ പറഞ്ഞതെന്ന് വെച്ചാൽ, വണ്ടി നമുക്ക് അവിടെ നിന്ന് അത് എടുത്തിട്ട് ഈ വണ്ടി അവിടെ ഇടണം. ഇത് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കുത്തിക്കയറ്റാനാണ് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പാടുപെടുന്നത്. പിന്നെ നമ്മുടെ വിഷ്ണു ബ്രോ ഈ വണ്ടി എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണിത്, കോണ്ടിനെൻ്റൽ GT, അതും ക്രോമ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഹിമാലയൻ്റെ
സ്ക്രാംബ്ലർ എഡിഷൻ. അതാണ് ഈ സ്ക്രാം 411. ഹിമാലയൻ 411 സ്ക്രാംബ്ലർ ടൈപ്പ് സാധനം. പക്ഷേ ഇതിൻ്റെ സീറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിമാലയനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കണം. കൊള്ളാം. പിന്നെ ഹണ്ടർ 350 അഗൈൻ. ഈ വണ്ടി നമ്മൾ എടുക്കും 249. മറ്റേതൊരു നമ്പർ എത്രയായിരുന്നു? അത് പലതും പല നമ്പറാണോ എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. പിന്നെ ദ സെക്സി, ഈ സാധനം നമുക്ക് ഒരു ദിവസം എടുക്കണം. ഇൻ്റർസെപ്റ്റർ എല്ലാവരും പറയും ഇൻ്റർസെപ്റ്റർ ഭയങ്കര ഹൈപ്പായിട്ട് പറയുന്നത്. എനിക്കിതിൻ്റെ ഒരു ഗുട്ടൻസ് പിടിയിട്ടില്ല. ഞാൻ ഇതൊരു ട്രൈ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അത് ഇത് രണ്ടും ഏകദേശം സെയിം DNA ആണ്. ഇൻ്റർസെപ്റ്ററും ബെയർ 650. ഇൻ്റർസെപ്റ്ററിൻ്റെ തന്നെ ഒരു സ്ക്രാംബ്ലർ എഡിഷൻ എന്ന് വേണമെങ്കിൽ ബെയർ 650 പറയാം. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഹിമാലയൻ ഉണ്ട്. പിന്നെ ഇത് 650 ആണോ? ക്ലാസിക്, അതെ 650 ട്വിൻ. ഇതും നമുക്കൊന്ന് ട്രൈ ചെയ്യണം. ഇത്രയും വണ്ടിയാണ് ഇവിടെ ടെസ്റ്റ് ഡ്രൈവിനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വന്നിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്താൽ അവർ കുറച്ച് നേരത്തേക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റൗണ്ടൊക്കെ അടിച്ച് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം. ബൈയിങ് ഡിസിഷൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഇത് നോക്കിയിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഈ ഇൻ്റർസെപ്റ്ററിൻ്റെ ഫ്രണ്ടും ഹെഡ് ലാമ്പും അതിൻ്റെ ഫ്രണ്ട് നോക്കുക. അത് കുറച്ച് പൊക്കമുണ്ട്. ടാങ്കിൻ്റെ പൊസിഷൻ ആണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ പൊക്കം അതിന് തോന്നുന്നുണ്ട് നമ്മുടെ ബെയർ 650ക്ക്. ഇൻ്റർസെപ്റ്റ് മറ്റേനേക്കാളും കുറച്ചൊരു താഴ്ചയുള്ള പോലെ. ഹാൻഡിൽ ബാറും ഹാൻഡിൽ ബാറിൻ്റെ ലെവൽ നോക്കുവാണെങ്കിൽ ഹാൻഡിൽ ബാറൊക്കെ കുറച്ച് പൊക്കത്തിലിരിക്കുന്നത്. നമുക്കിവിടെ ഫോൺ ഹോൾഡർ ഉണ്ട്. ഇത് വെരി നൈസ്. ഹാൻഡിൽ ബാർ പൊക്കത്തിലുണ്ടെന്ന് നന്നായി. കാരണം നമ്മൾ ചെറുതായിട്ട് വലിയ ഓഫ് റോഡൊന്നും അടിക്കാൻ പോകുന്നില്ല. ചെറിയ ഓഫ് റോഡായിരിക്കും. ജസ്റ്റ് എണീറ്റ് നിന്ന് ഓടിക്കണം എന്നുണ്ടെങ്കിൽ കൈയൊന്ന് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കണ്ടല്ലോ, കുറച്ചും കൂടെ മുകളിലോട്ട് നിൽക്കാം. എനിക്ക് തിളങ്ങുന്ന ഫിനിഷിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. അതാണ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അതുപോലെ ഇത് 650 ക്ലാസിക് ക്രോമിൽ സെക്സി മാൻ. ഈ കളർ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല ഇൻ്റർസെപ്റ്ററിൻ്റെ. പക്ഷേ ഇറ്റ് ലുക്സ് നൈസ്. ഒരു മറ്റേ എന്താ പറയുക, ഒരു വിൻറ്റേജ് ഫീൽ ഉണ്ട് റെഡും ക്രോമും. ഇതിൻ്റെ ടയേഴ്സ് നോക്കിയാലും അറിയാം ഇതെല്ലാം പ്രോപ്പർ റോഡ് ടയേഴ്സാണ്. ഇതിന് കുറച്ച് ഒരു എന്താ പറയുക ടീത്തുണ്ട്. അപ്പോൾ പക്ഷേ അതങ്ങനെ ഹാർഡ് കോർ നമ്മൾ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല കമ്പയർ ടു ദിസ്. ഇത് കണ്ടോ, ഇത് ഏകദേശം ചെറിയ ഓൾമോസ്റ്റ് സെയിം അല്ലേ. അപ്പോൾ അതിന് ഓഫ് റോഡ് ഹാൻഡിൽ ചെയ്യാൻ ടയർ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ടയർ ഓഫ് റോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ടയർ ഓഫ് റോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു പ്രോപ്പർ ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. അത് അങ്ങനെ പക്ക ഭയങ്കരമായിട്ടുള്ള ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ പേപ്പർ വർക്ക് തീർക്കട്ടെ. പേപ്പർ വർക്ക് തീർത്തിട്ട് നമുക്ക് വണ്ടി എവിടേക്കെങ്കിലും ഒന്ന് ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം വണ്ടി ശരിക്കും. ഇത് ഏകദേശം നമ്മുടെ ആഫ്രിക്ക ട്വിന്നിൻ്റെയും ബാക്കി വണ്ടികളുടെയും ഹൈറ്റ് ഡിഫറൻസ് ആണ്. ജസ്റ്റ് ഞാൻ വെറുതെ ഇരുന്നിങ്ങനെ നോക്കുമായിരുന്നു. ഇതിപ്പോൾ എന്താ പറയുക, ആഫ്രിക്ക ട്വിൻ ഭയങ്കര സംഭവമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് കാഴ്ചയിൽ മുന്നിൽ കണ്ടപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക്, എസ്പെഷ്യലി ഇതിൻ്റെ ബാക്ക് നിൽക്കുന്നത് കണ്ടോ. അത് എൻ്റെ വണ്ടി കുറേ പൊക്കി വെച്ചതാണോ പഴയ ഓണറെങ്ങാനും. ബാക്കി വണ്ടികളുടെ ഹൈറ്റും പിന്നെ ഇതെല്ലാം 650 ആണ്. അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിഞ്ഞുകൊണ്ടൊന്ന് ക്ഷമിക്കുക. പക്ഷേ കണ്ടപ്പോൾ ഒരു കൗതുകം അല്ലേ. ഇതാണ് ബെയർ 650യുടെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കളറ്. കിടുവല്ലേ, ഷോ യു യെല്ലോ ആൻഡ് ബ്ലൂ സീറ്റ്സ്. ബ്യൂട്ടിഫുൾ മാൻ, ബ്യൂട്ടിഫുൾ. എടുക്കുവാണെങ്കിൽ ഇത് എടുക്കണം. എന്ത് ഞാനും ഷെയ്ഖ് സായദ് റോഡ് ഇറങ്ങുമോ? ഒരുമിച്ച് ഷെയ്ഖ് സായദ് റോഡിലേക്ക് ഇറങ്ങാം. കാരണം ഞാനും എന്തായാലും അതിൻ്റെ അപ്പുറത്തെ ബ്രിഡ്ജ് എടുത്തിട്ട് അങ്ങനെ കയറുമോ. പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ നേരെ വിഷ്ണു ബ്രോ ബാക്കിലുണ്ട്. ഷെയ്ഖ് സായദ് റോഡ് പിടിക്കും. എന്നിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 രാവിലെ ആയിരിക്കും. പക്ഷേ ഇത് ഞാനൊന്ന് റൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി അഭിപ്രായങ്ങൾ നമ്മളിപ്പോൾ പറയാം. ഒന്ന് ജസ്റ്റ് ഹൈവേയിലോട്ട് കയറട്ടെ. ഇതിന് മിറർ അഡ്ജസ്റ്റ് ചെയ്തില്ല. മിറർ കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് ഇത് വെച്ചിട്ട് മുങ്ങാം. എന്നിട്ട് അടുത്ത ബ്രിഡ്ജ് എടുത്തിട്ട് നമുക്ക് പോകണം. കൊള്ളാം വണ്ടി. അങ്ങനെ നമ്മൾ ബെയർ 650 എടുത്ത് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. നമ്മളിനി നേരെ ചെന്ന് ഇതേതാ മനാറ സ്ട്രീറ്റ് കയറാം. ഇത് കൊള്ളാം, ഈ വണ്ടി കൊള്ളാം, എനിക്കിഷ്ടമായി. ഓക്കെ, വണ്ടി
പക്ഷെ ഒരു ഡിഫറൻസ് ഞാൻ ആലോചിച്ചത്, ഇതിൻ്റെ ഇനിയിപ്പോൾ സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് അറിയാം. എന്താ പറയുക, സിറ്റിംഗ് പൊസിഷനോ? കാരണം നമ്മുടെ ഹിമാലയൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ഒരു 100 കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് വിൻഡ് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു വിൻഡ് പിടിക്കുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ റൈഡിങ് പൊസിഷൻ ഇങ്ങനെ കുറച്ചൊരു ചെറിയ അഗ്രസീവ് പൊസിഷൻ ആയതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ വലിയതായിട്ടൊരു വിൻഡ് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. വണ്ടി പുഷ് ചെയ്ത് പോകുന്നുണ്ട്. 650 ഈസ് ദ സ്വീറ്റ് സ്പോട്ട് എന്നെനിക്ക് തോന്നുന്നു. സോ ഫാർ മിറർ ശരിയല്ല. മിറർ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 650cc ആണ് നമ്മുടെ ദുബായിൽ അത്യാവശ്യം ഒരു കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലിണ്ടർ കപ്പാസിറ്റി. തോന്നുന്നു വിഷ്ണു ബ്രോക്ക് ഈ എക്സിറ്റ് എടുക്കായിരുന്നു നല്ലത് കേട്ടോ. പക്ഷെ ഞാനത് മിറർ ട്വീക്ക് ചെയ്യുമ്പോൾ മിറർ ലൂസായി പോവാം. നോക്കാം. 5ലും 5th ഗിയറിൽ ഒരു മിനിറ്റ് ഞാനിപ്പോൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യട്ടെ. വണ്ടിക്ക് ആ ഒരു ചാട്ടം ഇല്ല കേട്ടോ. അതായത് ചെറിയ സ്പീഡിൽ ഹയർ ഗിയറിൽ പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വണ്ടിക്ക് തോന്നുന്നില്ല. വലിച്ചെടുക്കുന്നുണ്ട് സ്മൂത്തായിട്ട്. മറ്റേത് ഈ ചെറിയ സ്പീഡിൽ വലിയ ഗിയറിൽ പോകുമ്പോൾ ഒരു വൈക്ലബ് ഉണ്ടാവുമല്ലോ, ഡൗൺ ഷിഫ്റ്റ് ചെയ്യടാ എന്ന് പറയുന്ന വണ്ടി എൻജിൻ നമ്മളോട് പറയുന്ന പോലെ ഒരു ഫീല്. പക്ഷേ ഈ വണ്ടിക്ക് അത് തോന്നുന്നില്ല എനിക്ക്. സസ്പെൻഷൻ ഒരു ഇച്ചിരി സ്റ്റിഫാണ്. ഓഫ് റോഡ് നാളെ പൊളിക്കും. അപ്പോൾ നാളത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നാളെ മോർണിംഗ് നമ്മൾ 4 മണി 4:30 ഇറങ്ങും. ഇറങ്ങിയിട്ട് എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്, കോർഫുക്കാൻ സൈഡിലോട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു കുഞ്ഞു ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-15 കിലോമീറ്റർ ടാറിട്ടാത്ത റോഡ് അതിൽ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ അത് പോവും. എന്നിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് പ്ലാൻസ്. സസ്പെൻഷൻ്റെ കംഫർട്ടിൻ്റെ ലെവൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. കുറച്ചുകൂടെ ഒന്ന് ഓടിച്ച് നോട്ടം എന്താ അവസ്ഥ. പക്ഷേ സോഫാർ എനിക്ക് ഫീൽ ചെയ്യുന്നത് സസ്പെൻഷൻ ഒരു ഇച്ചിരി സ്റ്റിഫാണ്. നമ്മൾ ഓടിച്ച വണ്ടികളെക്കാളൊക്കെ കുറച്ച് സ്റ്റിഫാണ്. ഇതൊന്നും വലിയ എന്താ പറയുക, ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ്. അല്ല അത്ര വലിയ ജീവൻ പോകുന്ന പ്രശ്നങ്ങളൊന്നുമല്ല ഇതൊന്നും. പക്ഷേ എനിക്കിതിൻ്റെ വണ്ടിയുടെ തമ്പ് ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഫീല്, ഒരു ഗിഡ്ന്ന് പറഞ്ഞൊരു ഫീല് നമ്മുടെ ഹാൻഡിൽ ബാറിൽ കൂടെ വരണ്ടല്ലോ. എനിക്കിപ്പോഴും ഈ ഷൂ ഇട്ടിട്ട് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ട്. ഞാനത് നാളെ കാണിച്ചു തരാം. അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഗിയർ ഇതിൻ്റെ ബ്രേക്കിൻ്റെ പൊസിഷനും അതും എനിക്ക് ചെറുതായിട്ടൊരു കമൻറ്റ് എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഒന്ന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആകെ 10 മിനിറ്റ് ഓടിച്ചിട്ട് ഞാൻ ഈ വണ്ടി ഒന്നായിട്ട് റിവ്യൂ ചെയ്യുന്നൊന്നും നടക്കുന്ന കാര്യമല്ല, പ്രാക്ടിക്കലുള്ള കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ ഈ റൈഡിൽ നിന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും, എന്താണ് ഏകദേശം വണ്ടിയുടെ ഒരു ഫീല് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ നാളെ നമ്മളുടെ ഡീറ്റെയിൽ ലോങ് റൈഡ് പോയി അവിടെ നിന്ന് എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാ സിനേറിയോയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതാണ്. നമുക്കവിടെ ഫോൺ ഹോൾഡർ ഉണ്ട്, പക്ഷെ നമ്മൾ ഫോണൊന്നും വെച്ചിട്ടില്ല. വണ്ടി വളരെ നല്ല രസമാട്ടോ ഓടിക്കാൻ, ഫൺ വെഹിക്കിൾ, എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന വണ്ടി. എഗെയിൻ ഇൻഡിക്കേറ്ററിൻ്റെ നോബ് ഹിമാലയൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആഫ്രിക്ക ട്വിനേക്കാളും എനിക്കിഷ്ടമായ ഇൻഡിക്കേറ്റർ നോബ് ഇതിൻ്റെയാണ്, റോയൽ എൻഫീൽഡിൻ്റെ. കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റും. ചെറിയ സ്പീഡിലും വണ്ടി 6th ഗിയറിൽ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഐ ലൈക്ക് ദാറ്റ്. ഇതിലപ്പോൾ നാളെ ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം നൈസായിരിക്കും എന്നുള്ളത് നാളെ നമുക്ക് കണ്ടറിയാം. വണ്ടിയുടെ ടയർ നമ്മുടെ പ്രോപ്പർ റോഡ് ടയറല്ല, ഒരു ഇച്ചിരി എന്താ പറയുക, ഒരു ടീത്തുള്ള ടയറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഇതങ്ങ് ദൂരെ നോക്ക് വ്യൂ, ദുബായ് സ്കൈ ലൈൻ ബേബി. അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഗൈസ്, ഞാൻ ഇതൊന്ന് റൈഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് റൈഡ് ചെയ്ത് ഇതൊന്ന് ഫീൽ ചെയ്യട്ടെ. എന്നിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫസ്റ്റ് തോട്ട്സ് ഇന്ന് പറയാം. ആദ്യം റൈഡ് ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് നാളത്തെ റൈഡും കൂടെ കഴിയുമ്പോൾ നല്ല തണുത്ത കാറ്റ്. നാളത്തെ റൈഡും കൂടെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. വണ്ടി സസ്പെൻഷൻ ഈ സ്റ്റിഫ്, കൺഫേംഡ് സസ്പെൻഷൻ ഈ സ്റ്റിഫ്. വെരി വൈസ്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാം. ഇതൊന്ന് മെരുക്കിയെടുക്കട്ടെ വണ്ടി, ഇതിൻ്റെ ഒരു ഫീൽ കിട്ടട്ടെ.
എന്നിട്ട് അപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് ഫീൽ ചെയ്യട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കുറച്ച് നേരം ഓടിച്ചെന്ന് എനിക്ക് പെട്ടെന്ന് പറയാനുള്ള കുറച്ച് കാര്യം, വണ്ടി സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സ്മൂത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഗിയറിൽ ചെറിയ സ്പീഡിൽ സ്മൂത്തായിട്ട് വണ്ടി ഓടുന്നുണ്ട്. ആ ഒരു ചാട്ടോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ചെറിയ ഗിയർ ഇപ്പോൾ 6th ഗിയറിൽ തന്നെ ഞാനൊരു 50 സ്പീഡിൽ പോവുകയാണെങ്കിലും വണ്ടി സ്മൂത്തായിട്ട് വലിച്ച്, അതും നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ അതനുസരിച്ച് വണ്ടി മുന്നിലോട്ട് സ്പീഡ് കൂടി വരുന്നുണ്ട്. നല്ല അത് ത്രോട്ടിൽ റെസ്പോൺസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ പ്ലസ് പോയിൻറ്റ്. ഇനി ഇവിടെ നമ്മൾ ഇതിലാണ്, ട്രാഫിക്കിലാണ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി ഓടിക്കട്ടെ, ബാക്കി ഞാൻ പറഞ്ഞു. അപ്പോൾ അതെ, ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇത് കണ്ടോ, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. 70 ആണ്, പക്ഷേ ഇവിടെ വളരെ ഏകദേശം സ്ലോ ആണ്. പക്ഷേ 6th ഗിയറിൽ അധികം ഒന്നും റവ് ഇപ്പോൾ തീരെ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇപ്പോഴും 6th ഇനി ഞാൻ ത്രോട്ടിൽ കൊടുത്താൽ വണ്ടി കയറി പോകുന്നുണ്ട്, കണ്ടില്ലേ? ത്രോട്ടിൽ റെസ്പോൺസ്, ക്യാമറ ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, വണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൺ വെഹിക്കിൾ ടു റൈഡ്. ഞാൻ ഒരു ഹിമാലയനും ഇതും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹിമാലയൻ നമ്മൾ നോക്കിയ ഹിമാലയൻ 450cc ആണ്, ഇത് 650cc ആണ്. അതിൻ്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഈ വണ്ടി സ്മൂത്ത് എന്നുള്ളൊരു വേർഡ് എൻ്റെ മൈൻഡിൽ വരുന്നത്. വെരി സ്മൂത്ത്. പിന്നെ ഇതിൻ്റെ ഹോൾ ഈ എർഗണോമിക്സ്, നമ്മൾ ഈ ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ, റൈഡിങ് പോസ്ചർ, പിന്നെ വണ്ടിയുടെ ഒരു ഫീല്, നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ ഫീൽ, ഇതെല്ലാം നോക്കുമ്പോൾ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. നല്ല നമുക്ക് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീല്. ഞാനിപ്പോൾ ഇത് റൈഡ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് റൈഡ് ചെയ്യുന്ന ദിവസമേ ആയുള്ളൂ. അപ്പോൾ കൂടുതൽ പറയാറായിട്ടില്ല. പക്ഷേ ഇത്രയും സമയം റൈഡ് ചെയ്തതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യം, യു വിൽ എൻജോയ് ദിസ് വൺ. നിങ്ങൾ ശരിക്കും ഈ വണ്ടി റൈഡ് ചെയ്യുന്നത് എൻജോയ് ചെയ്യും. ഇനി എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിതാണ് ഓരോ പോയിന്റുകൾ എൻ്റെ മൈൻഡിൽ വരുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പറയാം. ഇത് കുറച്ചുകൂടെ റൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയതൊക്കെ വെറുതെ ആയിരുന്നു, ഇതൊന്നും ഉള്ളതെല്ലാം തോന്നുവാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയാം. ഞാൻ എല്ലാ റിവ്യൂലും പറയുന്ന പോലെ തന്നെ ഞാനൊരു മോട്ടോർ സൈക്കിൾ എക്സ്പേർട്ട് അല്ല, ഐ എം ജസ്റ്റ് എ പാഷനേറ്റ് റൈഡർ. ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് യൂസ് ചെയ്യാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സാധാരണ റൈഡറാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ POVയിൽ നോക്കിയാൽ മതി, മോട്ടോർ സൈക്കിൾ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ നോക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് വിടാം. ബാക്കിലായപ്പോൾ എന്തിനും എൻ്റെ ഹോൺ അടിച്ച് വണ്ടി ഒന്ന് പുഷ് ചെയ്ത്, ഇത് കണ്ടോ, വണ്ടി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പോകുന്ന പോക്ക്, ഐ ലൈക്ക് ഇറ്റ് മാൻ, ഇറ്റ്സ് സോ ഗുഡ്. ഇല്ല നമ്മളിപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിട്ടൊന്നും പറയാറായിട്ടില്ല. കാം ഡൗൺ, നമുക്ക് സമയമുണ്ട്, തീരുമാനങ്ങളിലോട്ട് എത്താൻ സമയമുണ്ട്. സോ കാം ഡൗൺ. അപ്പോൾ നേരെ ബാക്കി കുറച്ചുകൂടെ റൈഡ് ചെയ്തിട്ട് എന്താണ് പുതിയ വിശേഷങ്ങൾ എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ഇതെല്ലാം പറയാൻ ഒരുപാട് നേരത്തെയാണ്, നമുക്കിതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. ഇതൊന്നും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോൾഡ് ഓൺ ടൈറ്റ്. ഒന്നുകൂടെ ഞാനൊന്ന് ഓടിച്ചിട്ട് എന്താണ് ചിന്തകൾ എന്നുള്ളത് നോക്കട്ടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഫസ്റ്റ് റൈഡിൻ്റെ ഫസ്റ്റ് തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് സോ മച്ച് ഫൺ. ദിസ് ഈസ് എ ഫൺ ബൈക്ക് ടു റൈഡ്. വണ്ടി പിക്കപ്പ് ഉണ്ടോ? അത്യാവശ്യത്തിന് പിക്കപ്പ് ഉണ്ട്. വണ്ടി സ്പീഡ് കയറുന്നുണ്ടോ? അത്യാവശ്യത്തിന് സ്പീഡ് കയറുന്നുണ്ട്. ഫുള്ളായിട്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വണ്ടി കയ്യിൽ എന്താ പറയുക, ഒരു കുഞ്ഞു, അതിപ്പോൾ നമ്മൾ ആഫ്രിക്കട്ടിന് ഓടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഒരു കുഞ്ഞു വണ്ടി നമുക്കിങ്ങനെ എടുത്ത് എറിഞ്ഞ് കളിക്കാൻ പറ്റുന്നൊരു വണ്ടി പോലൊരു ഫീൽ. 100% എൻ്റെ പേഴ്സണൽ ഈ രണ്ട് റോയൽ എൻഫീൽഡിൻ്റെ നമ്മുടെ ഹിമാലയനും ഇതും ട്രൈ ചെയ്തതിൽ സോ ഫാർ ഈ ഒരൊറ്റ 20 മിനിറ്റ് റൈഡ് കൊണ്ട് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഈ രണ്ടെണ്ണത്തിലും. പക്ഷെ അത് ഇറ്റ്സ് ടു ഏർലി ടു സേ എനിത്തിങ്. പക്ഷെ എന്നാലും സോ ഫാർ ദിസ് ഈസ് നൈസ്. വെൽക്കം ടു ബെയർ 650. സോ ഇതിൽ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻ്റർസെപ്റ്റർ ബെയർ 650 എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് ബേസിക്കലി ഇറ്റ്സ് ആൻ ഇൻ്റർസെപ്റ്റർ, അതിൻ്റെ സ്ക്രാംബ്ലർ വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 കമ്മിങ് ടുമോറോ. ഓ ഫക്ക്.